ഹായ് ഓൾ, വെൽക്കം ബാക്ക്. തൻവി സാറാണ്. നമ്മുടെ ഫസ്റ്റ് ഇയർ KTUവിൻ്റെ ഫസ്റ്റ് ഇയറിലെ ഇലക്ട്രിക്കൽ AST 130 ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിലെ 9th ലെക്ചർ സീരീസ് ആണിത്. അതിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫണ്ടമെന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോപ്പിക്ക് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫണ്ടമെന്റൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ടോപ്പിക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫണ്ടമെന്റൽ. എന്താണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് AC അല്ലേ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് AC. ഓക്കെ, നമ്മൾ DC കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ACനെ കുറിച്ച് തിങ്ക് ചെയ്യണതിൻ്റെ മുന്നേ വാട്ട് വിൽ ബി ദ അഡ്വാൻറ്റേജസ് ഓർ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് AC ഓവർ DC നോക്കാം അല്ലേ? ഓഫ് AC ഓവർ DC എന്തൊക്കെ ഒരു ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. ACയും DCയും തമ്മിലുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഒന്ന്, ഫസ്റ്റ് വൺ, ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ACനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെപ്ഡ് ഡൗൺ ചെയ്യാൻ പറ്റും. ACനെ ഞാൻ വെച്ച് DCനെ അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ഏത് വെച്ചിട്ടാണ് ചെയ്യുക? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ട്രാൻസ്ഫോമേഴ്സ് കണ്ടിട്ടുണ്ടാവും അല്ലേ? ട്രാൻസ്ഫോമേഴ്സ് എന്താണ്? ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു എലമെൻ്റായിട്ട് നിങ്ങളിപ്പോൾ ജസ്റ്റ് കൺസിഡർ ചെയ്യാം. അതായത് ഒരു സൈഡിൽ AC കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ സൈഡിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടോ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടോ, അതല്ല ഒരു രണ്ട് സർക്യൂട്ട് നമ്മൾ ഐസൊലേറ്റ് ചെയ്യണമെങ്കിൽ പോലും യൂസ് ചെയ്യണ സാധനമാണ് എന്ത്? ട്രാൻസ്ഫോമർ. കാരണം എന്താ വെച്ചാൽ അത് ഇലക്ട്രിക്കലി കണക്റ്റഡ് ആയിരിക്കില്ല, മാഗ്നറ്റിക്കലി കണക്റ്റഡ് ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കുറച്ച് ട്രാൻസ്ഫോമർ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ എന്താണ്? ACനെ ഈസി ആയിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യാം, സ്റ്റെപ്പ് ഡൗൺ ചെയ്യാം അല്ലേ? ബൈ യൂസിങ് ട്രാൻസ്ഫോമേഴ്സ്. രണ്ടാമത്തെ എന്താണ്? AC മോട്ടോഴ്സ് എന്താണ്? AC മോട്ടോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ചീപ്പറാണ്. ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ? DC മോട്ടോഴ്സിനെ കമ്പയർ ചീപ്പറുമാണ്, അതുപോലെ കൺസ്ട്രക്ഷനിൽ സിംപിളറുമാണ്. ഓക്കെ, അപ്പോൾ AC മോട്ടോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ചീപ്പറാണ്, കൺസ്ട്രക്ഷനിൽ സിംപിളറാണ്. ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ? ഇൻ കമ്പയറിങ് വിത്ത് DC മോട്ടോഴ്സ്. തേർഡ് വൺ, അതുപോലെ നമ്മൾ ഈ AC ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് സബ്സ്റ്റേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് എന്ത്? സ്വിച്ച് ഗിയർ. അത് എന്തൊക്കെ അതിൽ വരിക വെച്ചാൽ സ്വിച്ചസ് ഉണ്ടാവും. അതൊക്കെ ഹൈ വോൾട്ടേജിൻ്റെ കറണ്ട സ്വിച്ചസ് ഉണ്ടാവും, സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ടാവും, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. സർക്യൂട്ട് ബ്രേക്കർ പറഞ്ഞാൽ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്, അതായത് ഓഫ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ സ്വിച്ച് ഗിയർ AC സിസ്റ്റത്തിൻ്റെ എന്തായിരിക്കും? സിംപിളറായിരിക്കും. ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ? ഇറ്റ് വിൽ ബി സിംപിളർ കമ്പയറിങ് വിത്ത് DC സിസ്റ്റം. അപ്പോൾ 3 അഡ്വാൻറ്റേജ് ആണ് മെയിനായിട്ടുള്ളത്. ഒന്ന്, AC സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും പറ്റും യൂസിങ് ട്രാൻസ്ഫോമർ ഈസി ആയിട്ട്. അതുപോലെ AC മോട്ടോഴ്സ് സിംപിളറും ചീപ്പറാണ് ഇൻ കൺസ്ട്രക്ഷൻ കമ്പയറിങ് വിത്ത് DC മോട്ടോഴ്സ്. അതുപോലെ സ്വിച്ച് ഗിയർ, ദാറ്റ് ഈസ് സ്വിച്ചസ്, സർക്യൂട്ട് ബ്രേക്കേഴ്സ് എക്സെട്ര ആർ സിംപിളർ ഇൻ കൺസ്ട്രക്ഷൻ for AC system comparing with the DC system. Next, alternating voltage and current. ഓക്കെ, എന്താണ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കറണ്ട്? നിങ്ങളെപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് AC വോൾട്ടേജ്, AC കറണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള 2 ഫിഗർ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചാണ് നമുക്കത് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം വാട്ട് ഡു യു മീൻ ബൈ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്? എന്താണ് alternating voltage? A voltage which changes its polarity at regular intervals of time. അതിനെയാണ് നമ്മൾ പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എ വോൾട്ടേജ് വിച്ച് ചേഞ്ചസ് ഇറ്റ്സ് പൊളാരിറ്റി അല്ലേ, അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം. അതായത് ഒരു പോസിറ്റീവ് സൈക്കിൾ, ഒരു നെഗറ്റീവ് സൈക്കിൾ, പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ ചേഞ്ച് ചെയ്യണതിനാണ് നമ്മൾ എന്ത് പറയുക? ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയാം. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. എ വോൾട്ടേജ് വിച്ച് ചേഞ്ചസ് ഇറ്റ്സ് പൊളാരിറ്റി റെഗുലർലി അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം ഈസ് കോൾഡ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് നമ്മൾ സപ്ലൈയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു വിചാരിക്കാം.
when an alternating voltage is applied in a circuit, the current flows in one direction and then in opposite direction. The direction of current at any instant depends upon the polarity of the voltage. അപ്പോൾ നമ്മൾ ഒരു ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് ആദ്യം എന്ത് ചെയ്യും, പോസിറ്റീവ് ടു നെഗറ്റീവ് ഫ്ലോ ചെയ്യും. പിന്നെ പെട്ടെന്ന് ഈ പൊളാരിറ്റി മാറുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോയും. അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലും ഇതിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. അത് ഈ പൊളാരിറ്റി മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഫസ്റ്റ് കേസ് ഇപ്പോൾ എടുത്ത് നോക്കുക. നമ്മൾ ഫസ്റ്റ് ഫിഗർ ഉണ്ടല്ലോ, ഫിഗർ 1 നമ്മൾ കണക്ട് ചെയ്തതിൽ 1 പോസിറ്റീവ് നെഗറ്റീവാണ്. അപ്പോൾ ആ ഇൻസ്റ്റൻറ്റിൽ എന്ത് ചെയ്യും, ഈ കറണ്ട് പോസിറ്റീവ് ടു നെഗറ്റീവ് ഇങ്ങനെ പോവും. അടുത്ത ഇൻസ്റ്റൻറ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് എന്ത് ചെയ്യും, ഈ ഓൾട്ടർനേറ്റ് ചെയ്ത് പോകുന്നുണ്ട് മാറി. അപ്പോൾ എന്ത് ചെയ്യും, ഈ പോസിറ്റീവിൽ നിന്ന് ഇങ്ങോട്ട് നെഗറ്റീവിലോട്ട് പോകും. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റൻറ്റിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് ഓൾട്ടർനേറ്റിനനുസരിച്ച് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും, ഈ പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, ആൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. When we applied an alternating voltage for an instance of time, we can see that പോസിറ്റീവ് പൊളാരിറ്റി ഇവിടെ മുകളിലും നെഗറ്റീവ് പൊളാരിറ്റി ഇവിടെ താഴത്തുമായിരിക്കും. ആ ഇൻസ്റ്റൻറ്റിൽ എന്ത് ചെയ്യും, പോസിറ്റീവ് ടു നെഗറ്റീവ് കറണ്ട് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് ഫ്ലോ ചെയ്യും. ഇനി ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കഴിയുമ്പോൾ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. പൊളാരിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ആവും. അപ്പോൾ അതെന്ത് ചെയ്യും, ഓരോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലും ഇതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഈ ഡയറക്ഷൻ ഇങ്ങനെ മാറുന്നതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്, ഓപ്പോസിറ്റ് നെഗറ്റീവായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. So we can say that this is alternating current because the current flows in alternate direction in the circuit. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴും ആലോചിച്ചിരിക്കുക. ഞാൻ നോട്ട് തന്നതിൽ ഡീറ്റെയിൽസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കുക, ജസ്റ്റ് നോക്കുക. ഞാൻ വേണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേണ്ട, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഞാനത് ഒന്നുകൂടി എഴുതിയിട്ടുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ സ്റ്റുഡൻസിന് നോട്ട് കൊടുക്കണമാണ്, നിങ്ങൾ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. എ വോൾട്ടേജ് വിച്ച് ചേഞ്ചസ് ഇറ്റ്സ് പൊളാരിറ്റി അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം ഈസ് കോൾഡ് ആൻ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. റെഗുലർ ഇൻ്റർവെൽസിൽ ടൈമിൽ ചേഞ്ച് ചെയ്യാൻ നമ്മൾ എന്ത് പറയുന്നത്, വി ഹാവ് സെഡ് ദാറ്റ് ഇറ്റ് ഈസ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. When an alternating voltage is applied in a circuit, the current flows in one direction. നമ്മൾ പറഞ്ഞില്ലേ, current flows in one direction and then in opposite direction. The direction of current at any instance depends upon the polarity of the voltage. In figure 1, ഈ ഫിഗറിലാണ് പറയുന്നത്, the upper terminal of alternating voltage is positive and the lower terminal is negative, so that the current flows in the circuit in clockwise direction. നേരെ clockwise directionലോട്ട് ഫ്ലോ ചെയ്യും. After a fraction of a second, the polarities of voltage sources are reversed, so that the current now flows in the opposite direction. അപ്പോൾ എന്താണ്, പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും, കറണ്ട് എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ബിക്കോസ് ദ കറണ്ട് ഫ്ലോസ് ഇൻ ഓൾട്ടർനേറ്റ് ഡയറക്ഷൻസ് ഇൻ ദി സർക്യൂട്ട്. നെക്സ്റ്റ് ടോപ്പിക്, നമ്മളിപ്പോൾ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് കറണ്ട് പറഞ്ഞു അല്ലേ. അത് സിനുസോയിഡൽ ആവണം എങ്ങനെയാണ് നോക്കുക, സിനുസോയിഡൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഓക്കെ, നമുക്ക് പറയാൻ പറ്റും കൊമേഴ്ഷ്യൽ ഓൾട്ടർനേറ്റീവ്സ് സിനുസോയിഡൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അത് നമ്മൾ ഓൾട്ടർനേറ്റീവ് വോൾട്ടേജിനെ നമ്മൾ പറയാനാണ് സൈൻ വേവ്. എന്താണ് കൊമേഴ്ഷ്യൽ ഓൾട്ടർനേറ്റീവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, ഇറ്റ് വിൽ പ്രൊഡ്യൂസ് സിനുസോയിഡൽ AC വോൾട്ടേജ് അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ പറയണ പേരാണ് എന്ത്, സൈൻ വേവ്. അത് പ്രൊഡ്യൂസ് ചെയ്യണ വേവിന് പറയണതാണ് സൈൻ വേവ്. അതായത് ഈ ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് എന്തായിരിക്കും, സൈൻ വേവ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് ആയിരിക്കും. സോ നമുക്ക് പറയാൻ പറ്റും, എ സിനുസോയിഡൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്, ദിസ് സിനുസോയിഡൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് by rotating a coil with a constant angular velocity in a uniform magnetic field. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് എഴുതിത്തരാം. A sinusoidal
So a sinusoidal alternating voltage can be produced by rotating a coil. ഒരു കോയിൽ എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യുക ഏതിലാണ്, ഒരു കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റിയിൽ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. സോ വി ക്യാൻ സേ ദ സിനുസോയിഡൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് V = VM sin omega t പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. വേർ V is the instantaneous value of alternating voltage. What will be VM? എന്തായിരിക്കും VM? VM is the എന്താണ്, maximum value of alternating voltage, അതായത് maximum value of small v, maximum value of alternating voltage, and omega is the angular velocity of the coil. ഓക്കെ, ഇനി നമുക്ക് പറയാൻ പറ്റും ഈ സിനുസോയിഡൽ വോൾട്ടേജ് ഉണ്ടല്ലോ, സിനുസോയിഡൽ വോൾട്ടേജ് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. സിനുസോയിഡൽ വോൾട്ടേജ് ഓൾവേസ് പ്രൊഡ്യൂസ് സിനുസോയിഡൽ currents. Sinusoidal voltage always produce sinusoidal current unless the circuit is non-linear. Non-linear circuit നൊക്കെ എന്താണ്, sinusoidal voltage always produce sinusoidal current. Therefore sinusoidal current can be expressed in the same way. എങ്ങനെ, that is I = Im sin omega t എന്നിട്ട് എന്ത് ചെയ്യാം, സിനുസോയിഡൽ കറണ്ട് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വേവ് ഫോം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ യു ക്യാൻ സീ ദാറ്റ് the figure 1 shows the waveform of sinusoidal voltage where V ഇവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ട്, whereas figure 2 shows the waveform of sinusoidal current. അപ്പോൾ സിനുസോയിഡൽ വോൾട്ടേജോ കറണ്ടോ ഡയറക്ഷൻ മാത്രമല്ല ചെയ്യുന്നത്, അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്, പക്ഷേ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് റെഗുലർ ഇൻ്റർവെൽസിൽ ഇപ്പോൾ 0 to π, π to 2π അങ്ങനെ റെഗുലർ ഇൻ്റർവെൽസിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ടാവും, മാറുന്നുണ്ടാവും. ബട്ട് മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. So we are moving to next session, generation of alternating voltages and currents. നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് വോൾട്ടേജസ് ആൻഡ് കറൻസ് ആണെന്ന് പറഞ്ഞു, അതിൻ്റെ ഒരു ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. രണ്ട് മെത്തേഡിൽ ജനറേറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇവിടെ നോക്കുക, ഇത് രണ്ട് ഫിഗറാണ് അല്ലേ, ഇതിൽ ഇത് സ്റ്റേറ്ററും ഇത് റോട്ടറുമാണ്. 1 സെക്കൻഡ്, ഫിഗർ ഒന്നുകൂടി കാണാൻ ഞാൻ ഒന്നുകൂടി സൂം ചെയ്യാം. ഇത് കണ്ടോ, ഇത് സ്റ്റേറ്റർ, ഇത് റോട്ടർ. ഇവിടെ അപ്പോൾ ഇവിടെ ഫീൽഡ്, അതായത് നോർത്ത് സൗത്ത് ഉള്ള മാഗ്നറ്റ് സ്റ്റേറ്ററും, ഇത് കണ്ടോ ഒരു കോയിലാണ്. ഈ കോയിൽ എന്താണ്, റൊട്ടേറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ട് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡും സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഒക്കെ പഠിച്ചില്ലേ, അതിൻ്റെ ഒരു പോർഷനിലോട്ടാണ് വരുന്നത്. ഇവിടെ നോക്കുക, കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യും ഇൻ സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാം. ഒന്നെന്താണ്, റൊട്ടേറ്റിംഗ് എ കോയിൽ അറ്റ് കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, അതാണ് ഈ കാണിച്ചിരുന്നത്. ഇനി അതല്ലെങ്കിലോ ബൈ റൊട്ടേറ്റിംഗ് എന്താണ്, എ മാഗ്നറ്റിക് ഫീൽഡ്, ഈ റോട്ടർ മാഗ്നറ്റിക് ഫീൽഡാണ്, അറ്റ് കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി പിന്നെ സ്റ്റേഷനറി കോയിൽ. ഈ രണ്ട് റൗണ്ട് കണ്ടോ, ഈ രണ്ട് റൗണ്ട് എന്താണ്, കോയിൽസാണ്, കോയിൽസിൻ്റെ ഓരോ എൻഡാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാം. ഒന്നുകൂടി ആലോചിക്കാം, ഞാൻ നോട്ട് എഴുതുന്നില്ല, ശരിക്കും ശ്രദ്ധിക്കുക. ആൻഡ് ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് മേ ബി, ഇത് എൻ്റെ ക്ലാസ്സിലത്തെ കുട്ടികൾക്ക് നോട്ട് ഉണ്ടാവും, അവർക്ക് ഞാൻ നോട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞ അതല്ല, ബാക്കിയുള്ള വല്ലവരും കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് മേ ബി ജനറേറ്റഡ് by 2 ways. We can generate it by 2 ways. First one, by rotating a coil at a constant speed in a stationary magnetic field or uniform magnetic field, stationary uniform magnetic field, or by rotating a magnetic field at constant speed or constant angular velocity within a stationary coil. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസിലും ജനറേറ്റഡ് വോൾട്ടേജ് എന്തായിരിക്കും, സിനുസോയിഡൽ വേവ് ഫോം ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ജനറേറ്റഡ് വോൾട്ടേജ് എന്തായിരിക്കും, ഡിപ്പെൻഡ് അപ്പോൺ ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുക, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിലിനെ ഡിപ്പെൻഡ് ചെയ്യും. സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, അതുപോലെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്ത് ഈ നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽ, അതേപോലെ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അതേപോലെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. ഇതാണ് ജനറേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. നൗ നെക്സ്റ്റ് സെഷൻ, ഇക്വേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. കൺസിഡർ എ റെക്ടാങ്കുലർ കോയിൽ ഓഫ് n turns rotating in anti-clockwise direction with an angular velocity omega radian per second in a uniform magnetic field. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു റെക്ടാങ്കുലർ കോയിൽ n നമ്പർ ഓഫ് ടേൺസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വിത്ത്
ആംഗുലർ വെലോസിറ്റി ഒമേഗ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ എന്തായിരിക്കും? സിനുസോയിഡൽ ആയിരിക്കും. അതെന്താണ് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, ലെറ്റ് ദ ടൈം ബി മെഷേർഡ് ഫ്രം ദ ഇൻസ്റ്റൻറ്റ് ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ കോയിൻസൈഡ് ദ ഒ എക്സ് ആക്സിസ്. നമ്മൾ ടൈം ഇവിടുന്ന് വെച്ചിട്ട് ടൈം മെഷർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഒ എക്സ് ആക്സിസ് ഇങ്ങനെ നിൽക്കുന്ന ഇത് വെച്ചിട്ട്. ഓക്കെ, ഇൻ ദിസ് പൊസിഷൻ ദ കോയിൽ ദ ഫ്ലക്സ് ലിങ്കിങ് കോയിൽ ഹാസ് ഇറ്റ്സ് മാക്സിമം. ഇങ്ങനെ വെക്കുമ്പോൾ ഫ്ലക്സ് ലിങ്കിങ് എന്തായിരിക്കും? മാക്സിമം വാല്യൂ ആയിരിക്കും. അതെന്താണ്? 5max എന്ന് പറയാം. ലെറ്റ് ദ കോയിൽ ടേൺ ത്രൂ ആൻ ആംഗിൾ തീറ്റ. ലെറ്റ് ദ കോയിൽ ടേൺ ത്രൂ ആൻ ആംഗിൾ തീറ്റ ഒമേഗ ടി ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച സാധനം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒമേഗ ഈസിക്കൽ ടു തീറ്റ ഈസിക്കൽ ടു ഒമേഗ ടി എന്നുള്ള ടി സെക്കൻഡ്സിൽ എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്തു. സോ ഇൻ ദിസ് പൊസിഷൻ ദ മാക്സിമം ഫ്ലക്സ് 5max ആക്ട്സ് വെർട്ടിക്കലി. 5max ഇവിടെ എന്താണ്? മാക്സിമം ഫ്ലക്സ് വെർട്ടിക്കലിയാണ് ആക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യും? ഇതിന് ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഇതായിട്ട് എന്ത് ചെയ്യും? റിസോൾവ് ചെയ്യും. റെക്ടാങ്കുലർ കമ്പണൻസ് ആയിട്ട് പെർപെൻഡിക്കുലർ കമ്പണൻസ് ആയിട്ട്. അത് എന്തൊക്കെയായിരിക്കും? ഒന്ന് ഈ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് എന്തൊക്കെയായിരിക്കും? 5max കോസ് ഒമേഗ ടിയും അതുപോലെ ഇത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് എന്താണ്? 5max സൈൻ ഒമേഗ ടി ആയിരിക്കും. ദ കമ്പണൻറ്റ് 5max സൈൻ ഒമേഗ ടി ഈസ് പാരലൽ ടു ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ. ഈ 5max സൈൻ ഒമേഗ ടി പറഞ്ഞതായിരിക്കും ഇതിന് പാരലായിട്ട് നിൽക്കും. ഇത് ഈ കോയിലിന് പാരലൽ ഇതില്ലേ കോയിൽ, ഈ കോയിലിന് പാരലല്ലേ അല്ലേ? ഓക്കെ, ദിസ് കമ്പണൻറ്റ് ഇൻഡ്യൂസസ് നോ ഇ എം എഫ് ഇൻ ദ കോയിൽ. ഈ 5max സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞ കമ്പണൻറ്റ് ഈ പാരലായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇ എം എഫ് ഒന്നും ഇൻഡ്യൂസ് ചെയ്യില്ല. ഇനി ഇത് കമ്പണൻറ്റ് 5max കോസ് ഒമേഗ ടി ഈസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ കോയിൽ. ഈ കോയിലിന് പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇതെന്ത് ചെയ്യും? ഒരു ഇ എം എഫ് അവിടെ ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. കൺസിഡർ എ റെക്ടാങ്കുലർ കോയിൽ ഓഫ് n ടേൺസ് റൊട്ടേറ്റിംഗ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി ഓഫ് ഒമേഗ radian per second in a uniform magnetic field. Okay, the EMF induced in the coil will be sinusoidal. Now let the time being the plane of the coil coincides with OX axis. OX axis will coincide. In this position of the coil the flux linking will be 5max, that is maximum flux. Let the coil turn through an angle theta is equal to omega t in anti-clockwise direction. It is rotating in anti-clockwise direction to a value theta is equal to omega t. In this position maximum flux 5max is acting vertically. അല്ലേ, വെർട്ടിക്കലി ആണ് ആക്ട് ചെയ്യുന്നത്. ബട്ട് നമ്മളുടെ കോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോയിൽ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് രണ്ട് പെർപെൻഡിക്കുലർ കമ്പണൻസ് നമ്മൾ റിസോൾവ് ചെയ്യും. ഒന്ന് 5max സൈൻ ഒമേഗ ടി വിച്ച് ഈസ് പാരലൽ ടു കോയിൽ ആൻഡ് 5max കോസ് ഒമേഗ ടി വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ കോയിൽ. 5max സൈൻ ഒമേഗ ടി ഈ പാരലായിട്ട് കിട്ടുന്നതിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യില്ല, പക്ഷേ പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നതിൽ എന്ത് ചെയ്യും? ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. Now flux linkages of the coil at the considered instant, that is theta is equal to omega t, that is equal to number of turns of the coil into flux linkage. Number of turns of the coil ഇവിടെ എന്താണ്? It is n number of turns into flux linking എന്ന് പറഞ്ഞാൽ എന്താണ്? 5max cos omega t and 5max cos omega t. Now according to Faraday's law of electromagnetic induction, എന്താണ് Faraday's law of electromagnetic induction? The EMF induced in a coil is equal to the rate of change of flux linkage of the coil. അല്ലേ, EMF induced എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ് ആണ്. അപ്പോൾ ഈ ഫ്ലക്സ് ലിങ്കേജസ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫ്ലക്സ് ലിങ്കേജസ് ഓഫ് ദ കോയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹെൻസ് EMF V at the considered, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇൻസ്റ്റൻറ്റ് കൺസിഡേർഡ് ഇൻസ്റ്റൻറ്റ് is given by V is equal to എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് ആണ് മൈനസ് ഡി ബൈ ഡി ടി. ഈ മൈനസ് വന്ന് എന്താണ്? നമ്മളുടെ ലെൻസസ് ലോ കാരണം. ഇനി ഫ്ലക്സ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ് അത് എന്താണ്? n 5max cos omega t. ഓക്കെ, ഓർ V is equal to എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് n 5max cos omega t അല്ലേ. അപ്പോൾ n minus n 5max d by dt of cos omega t is
omega into minus sin omega t. So it will be minus and minus get cancelled. It will be n phi max omega sin omega t. n phi max omega sin omega t. ഇനി വാല്യൂ ഓഫ് വി, ദിസ് വാല്യൂ ഓഫ് വി വിൽ ബി മാക്സിമം. എപ്പോഴാണ് ഈ വാല്യൂ ഓഫ് വി മാക്സിമം ആവുക? വാല്യൂ ഓഫ് വി വിൽ മാക്സിമം വെൻ ദിസ് സൈൻ ഒമേഗ ടി എന്താവുമ്പോൾ, സൈൻ ഒമേഗ ടി ഈക്വൽ ടു 1 ആവുമ്പോൾ അല്ലേ? അപ്പോൾ സൈൻ ഒമേഗ ടി 1 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നോക്കി നോക്കിയേ. സൈൻ ഒമേഗ ടി 1 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീറ്റ ഈ ഒമേഗ ടി പറഞ്ഞ സാധനം എന്തായിരിക്കണം? സൈൻ ഒമേഗ ടി അല്ലേ? സൈൻ 90 പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പോൾ ഇതെന്താണ്? ഇങ്ങനെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ല, ഇതിന് ഇങ്ങനെ ആയിട്ട് നിൽക്കണം അല്ലേ? ഹൊറിസോണ്ടൽ അല്ല, വെർട്ടിക്കലായിട്ട് നിൽക്കണം. OX ആക്സിസിന് എന്തായിരിക്കണം? ഇങ്ങനെ വെർട്ടിക്കലായിട്ട് നിൽക്കണം. ആ സമയത്താണ് എന്ത് വരിക? സൈൻ ഒമേഗ ടി 1 വരിക. സോ അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ് what will be v? It will be v max. അതെന്താണ്? ഇറ്റ് വിൽ ബി മാക്സിമം വോൾട്ടേജ് എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്? വി എം നമ്മൾ ഡിനോട്ട് ചെയ്തു. ഇറ്റ് വിൽ ബി n phi max sin omega t ക്ക് പകരം എന്തായി? 1 വന്നു. അപ്പോൾ മാക്സിമം വോൾട്ടേജ് വി വിൽ ബി മാക്സിമം വെൻ sin omega t is equal to 1. നൗ ഈ n phi max ഇൻറ്റു ഒമേഗ ഉണ്ട് കേട്ടോ. ഇൻ ഫൈ മാക്സ് ഒമേഗ എന്ത് ചെയ്തു? നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കണം. സോ വി ഈസ് ഈക്വൽ ടു എന്താണ്? വി എം സൈൻ ഒമേഗ ടി വി എം ഈസ് ഈക്വൽ ടു എൻ ഫൈ മാക്സ് ഒമേഗ. ഇതിൽ നമ്മൾ ഇതിട്ട് കൊടുത്തു, ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഫാരഡേസ് ലോ പ്രകാരമുള്ള വി എന്താണെന്ന് കണ്ടു. എന്നിട്ട് നമ്മൾ n phi max ഒമേഗ സൈൻ ഒമേഗ ടി വന്നപ്പോൾ എപ്പോഴാണ് മാക്സിമം വോൾട്ടേജ് ഒക്കർ ചെയ്യാൻ നോക്കി. ഈ വി എപ്പോഴും ഒക്കർ ചെയ്യാം. ഇവിടെ സൈൻ ഒമേഗ ടി 1 ആകുമ്പോൾ, സൈൻ ഒമേഗ ടി 0 ആകുമ്പോഴോ ഇത് 0 ആയിരിക്കും അല്ലേ? അപ്പോൾ സൈൻ ഒമേഗ ടി 1 ആകുമ്പോഴാണ് മാക്സിമം കിട്ടി. അതിനൊരു വാല്യൂ കൊടുത്തു. ഇറ്റ് ഈസ് വി എം, ദാറ്റ് ഈസ് n phi max ഒമേഗ. അതെടുത്തിട്ട് ഇവിടെ കിട്ടപ്പോൾ എന്തായി? വി എം സൈൻ ഒമേഗ ടി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വി ഈസിക്കൽ വി എം സൈൻ ഒമേഗ ടി, ഐ ഈസിക്കൽ ഐ എം സൈൻ ഒമേഗ ടി. അതേപോലെയാണ് അതാണ് ഈ വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം ഒമേഗ ടി തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി എന്നുള്ള ഡയറക്ഷനിലാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തത്. ദെർഫോർ നമുക്ക് ഈ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? വി എം സൈൻ തീറ്റ. ഇതാണ് നമ്മൾ നോർമലി ഇതിൽ കാണാറുള്ളത്, വി ഈസ് ഈക്വൽ ടു വി എം സൈൻ തീറ്റ. അതേപോലെ തന്നെ ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന കോയിൽ കാരണം കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? കറണ്ട് ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് അതിന് പറയാൻ പറ്റും, കറണ്ടിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി ഓർ ഐ എം സൈൻ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ എന്താ പറയുക ഇക്വേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് കറണ്ട് പറഞ്ഞിട്ട് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എഴുതാനുള്ള കാര്യങ്ങൾ. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള AC ടെർമിനോളജി എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് വായിച്ചു തരാം. നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്, ഒന്ന് സ്പീഡിൽ ഞാൻ വായിച്ചെന്ന് പോകാം. ഓക്കെ, വാട്ട് ഈസ് വേവ് ഫോം? എന്താണ് വേവ് ഫോം? The shape of the curve obtained by plotting the instantaneous value of voltage or current as ordinate against time is called waveform or wave shape. ഇപ്പോൾ ഈ കാണുന്നതിനാണ് നമ്മൾ എന്താ പറയുക? വേവ് ഫോം ഓർ വേവ് ഷേപ്പ് എന്ന് പറയാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. What is instantaneous value? The value of alternating quantity at any instant is called instantaneous value. ഇതിപ്പോൾ നോക്കിയാൽ ഇതൊരു ഇൻസ്റ്റൻറ്റ്, ഈ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്യുന്ന ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. ആസ് ആൻ എക്സാമ്പിൾ, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് അറ്റ് 0 degree and 90 degree and 27 degree and 0 degree are plus Vm and minus Vm. ഇതുണ്ടോ? 90 ഡിഗ്രിയിൽ മാക്സിമം പ്ലസ് വി എം വന്നു, ഇവിടെ മൈനസ് വി എം വന്നു. 0 ഡിഗ്രിയിൽ 0 വന്നു, ഇതിലെന്ത് ചെയ്തു? 0 വന്നു, ഇവിടെയും 0 വന്നു. അതാണ് പറഞ്ഞത്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള ഓരോ ടൈമിലുള്ള ഇതിനെ പറയണതാണ് എന്ത് പറയുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. ഇനി സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ എന്ത് പറയാം? സൈക്കിൾ എന്ന് പറയുക. വൺ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്വാണ്ടിറ്റി. ഓക്കെ, ഇനി ഓൾട്ടർനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ഓഫ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ഓൾട്ടർനേഷൻ. ഈ
ഒരു ഹാഫിനാണ് വൺ ഓൾട്ടർനേഷൻ എന്ന് പറയുന്നത്. ഇത് നെക്സ്റ്റ് ഓൾട്ടർനേഷൻ, അതായത് എങ്ങോട്ട് ഈ ഡയറക്ഷൻ മാറുന്നതിന് വരെയുള്ളതാണ് നമ്മളെന്താ പറയുക വൺ ഓൾട്ടർനേഷൻ പറയുക. ടൈം പീരീഡ്, ദ ടൈം ടേക്കൺ ഇൻ സെക്കൻഡ്സ് ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ ഓഫ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ഇറ്റ്സ് ടൈം പീരീഡ്. ഇറ്റ് ഈസ് ജനറലി റെപ്രസെൻറ്റഡ് ബൈ ടി. അപ്പോൾ നമ്മളുടെ ഈ ഇതിൻ്റെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു സൈക്കിൾ വരെ ആവണേന് എടുക്കുന്ന ടൈം ഇൻ സെക്കൻഡ്സിനാണ് നമ്മൾ എന്താ പറയുക ടൈം പീരീഡ് പറയുക, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണത്. ഓക്കെ, ഇനി ഫ്രീക്വൻസി, ദ നമ്പർ ഓഫ് സൈക്കിൾസ് ദാറ്റ് ഒക്കർ ഇൻ, അതായത് ഒരു സെക്കൻഡിൽ എത്ര നമ്പർ ഓഫ് സൈക്കിൾസ് ഒക്കർ ചെയ്യോ അതിനാണ് നമ്മൾ എന്താ പറയുക ഫ്രീക്വൻസി എഫ് എന്ന് പറയുക. ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ സൈക്കിൾസ്, നമ്മൾ സൈക്കിൾസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഹേർട്സിലാണ് മെഷർ ചെയ്യാറ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ദ ഫ്രീക്വൻസി ഓഫ് പവർ സിസ്റ്റം ഈസ് ലോ, പവർ സിസ്റ്റത്തിൻ്റെ ഫ്രീക്വൻസി ലോ ആണ്. ദ മോസ്റ്റ് കോമൺ ബീങ് 50 ഹേർട്സ്, നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് 50 ഹേർട്സ് ആണ്. ഇറ്റ് മീൻസ് ദാറ്റ് ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് ഓർ കറണ്ട് കംപ്ലീറ്റ്സ് 50 സൈക്കിൾസ് ഇൻ 1 സെക്കൻഡ്, അതായത് ഒരു സെക്കൻഡിൽ 50 സൈക്കിൾസ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ്, ദ മാക്സിമം വാല്യൂ പോസിറ്റീവ് ഓർ നെഗറ്റീവ് അറ്റൈൻഡ് ബൈ ദി ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ഓർ പീക്ക് വാല്യൂ. അതായത് നമ്മൾ മാക്സിമം വാല്യൂ പീക്ക് വാല്യൂ പറയാറില്ലേ, അതാണ് എന്ത് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഇതിൽ ഇതാക്കുന്നത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ഈ നമ്മൾ പഠിക്കുന്നില്ലേ ടൈം പീരീഡ്, ഫ്രീക്വൻസി, അതുപോലെ ഫ്രീക്വൻസി സ്പീഡ്, അങ്ങനെ കുറച്ച് റിലേഷൻസും ബാക്കിയുള്ള കാര്യങ്ങളും നോക്കും. ഓക്കെ.